അടിപൊളി. അവൻ്റെ അഭിനയം നല്ല അഭിനയമായിട്ടുണ്ട്. എൻ്റെ രണ്ടാമത്തെ പടമാണെങ്കിലും മുറേനേക്കാൾ ആക്ഷൻ അല്ല, ഇതൊരു ഫസ്റ്റ് ഹാഫ് ഒരു നോർമൽ എൻഗേജിങ് ആയിട്ട് പോകുന്നു. സെക്കൻഡ് ഹാഫ് കുറച്ച് തമിഴ് പരിപാടിയാണ്. ആക്ഷൻ അത് രണ്ടുപേർക്കും പറ്റിയതാണ്. അതായത് റൊമാൻസും ഉണ്ട്, ആക്ഷനും ഉണ്ട്, കോമഡി ഉണ്ട്. ഡയറക്ടർ അടിപൊളിയാണ്. ഓണത്തിന് എല്ലാവരും കൂടി പിടിച്ചു നല്ല അടിപൊളി പടം. അടിപൊളി. അവൻ്റെ അഭിനയം ഓണത്തില് ക്രിസ്മസ് ഓണത്തിന്റെ പരിപാടി പിള്ളേർ തൂക്കി ടോപ്പ് കൊടുക്കും. ഓണത്തില് ക്രിസ്മസ് ഓണത്തിന്റെ പരിപാടി നല്ല അഭിനയമായിട്ടുണ്ട്. എൻ്റെ രണ്ടാമത്തെ പടമാണെങ്കിലും മുറേനേക്കാളും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പടം ഉള്ള നൈസാണ്, ഒരു പക്ക എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. ഓണത്തിന് അത്യാവശ്യം ഫാമിലിയായിട്ടും കൂട്ടുകാരും ഫ്രണ്ട്സായിട്ടും വന്ന് കാണാൻ പറ്റും. നല്ല പടമാണ്. ആക്ഷൻ അല്ല, ഇതൊരു ഫസ്റ്റ് ഹാഫ് ഒരു നോർമൽ എൻഗേജിങ് ആയിട്ട് പോകുന്നു. സെക്കൻഡ് ഹാഫ് കുറച്ച് തമിഴ് പരിപാടിയാണ്. മൊത്തത്തിൽ കൊള്ളാം, നൈസായിട്ട് തിയേറ്റർ വാച്ചായിട്ട് മസ്റ്റ് വാച്ചായിട്ട് നായകൻ്റെ രണ്ടാമത്തെ പടമാണല്ലോ, അപ്പോൾ കൊള്ളാം. മലയാളത്തിൽ അത്യാവശ്യം നായകൻ മാത്രമല്ല, ബാക്കിയുള്ള ആക്ടേഴ്സ് അസ്കർ അലി, അർജുൻ, അങ്ങനെ അത്യാവശ്യം നല്ലുള്ള കൊള്ളാം. നല്ലായിരുന്നു. നല്ല ഐ മീൻ എൻ്റർടൈനിങ് ആണ്. കൊള്ളാം. നേരത്തെ പറഞ്ഞ റിപ്പീറ്റ് തന്നെയാണ്, അതുകൊണ്ട് കൂടുതലൊന്നുമില്ല. താങ്ക്സ്. നന്നായിട്ടുണ്ട്. നല്ല ഇതുപോലത്തെ പടങ്ങളൊക്കെ അടിപൊളിയാണ്. ലവ് സ്റ്റോറിയാണ്, ആക്ഷൻ ഉണ്ട്. നല്ല സിനിമയാണ്, എല്ലാവരും പോയി കണ്ട പടം. നല്ല പെർഫോമൻസും മേക്കിങ്ങും ഒക്കെ അടിപൊളിയാണ്. അടിപൊളി പടമായിരുന്നു, എന്തായാലും കാണാം. നല്ലൊരു ത്രില്ലറുണ്ട്, എല്ലാ പരിപാടിയും ഉണ്ട്, റൊമാൻസ് ഉണ്ട്, നല്ല സൗണ്ട്. ഓണത്തിന് എല്ലാത്തിനും പിടിച്ചിരിക്കുന്നുണ്ടോ? പിന്നെ ഫാമിലിക്കാണ് എല്ലാവരും കാണാൻ പറ്റിയ ഒരു പരിപാടി തന്നെ. ഓണത്തില് ക്രിസ്മസ് ഓണത്തിന്റെ പരിപാടി പിള്ളേർ തൂക്കി ടോപ്പ് കൊടുക്കും.